കുറച്ച് ദിവസം മുമ്പ് എന്തായിരുന്നു? ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ തരിച്ച കുഫറാണ്, അവന്റെ ഭാര്യ ഹലാലല്ല. ഇനി പറയാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ആ പറഞ്ഞ മൗലവി, ആ പറഞ്ഞ മൗലാന ഇന്നലെ അഖീദ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? വിശ്വാസം ഒരാൾക്ക് അങ്ങനെ അള്ളാഹു അല്ല, അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാലാണ് ഞാൻ പറഞ്ഞത്. വിശ്വസിച്ചാലാണെന്നാ പറഞ്ഞത്. ആ പ്രസംഗം കേട്ടോ നിങ്ങൾ ആരെങ്കിലും? 2-3 ദിവസമായി നാണ്യാക്ക ഈ ഗ്രൂപ്പിൽ പച്ച നുണ പറയണം. പേരോട് ഉസ്താദിന്റെ പേരിൽ നുണ പറയൽ തന്നെയാണ് ഇവരെ സ്ഥിരം പരിപാടി. എന്താ പറഞ്ഞേ? ആ പാട്ടുകാരനെ ഇസ്ലാം എന്ന് പുറത്താക്കി, അയാളെ ഭാര്യ ഹലാലല്ല എന്ന് പറഞ്ഞ്, അയാൾ പാട്ട് പാടിപ്പോയേക്കിന് അയാളെ സംബന്ധിച്ച് കാഫിറാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഇതിൽ പച്ച നുണ എത്ര ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നേലും പറഞ്ഞ്. എന്താണ് പേരോട് ഉസ്താദ് പറഞ്ഞത്? ആദ്യമായിട്ട് ആ പാട്ടിനെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് പ്രതികരിച്ച പ്രതികരണമാണ് ഇപ്പൊ ഞാൻ ഗ്രൂപ്പിലിട്ടത്. എന്തായാലും പേരോട് ഉസ്താദ് പറഞ്ഞത് ഇയാളെ പെട്ടെന്നാണ് കാഫിറാക്കിക്ക, അല്ലെങ്കിൽ അയാളെ ഭാര്യനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിക്ക. ഇത് വളരെ കൃത്യമല്ലേ പേരോട് ഉസ്താദ് പറഞ്ഞത്? ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രമല്ല, അങ്ങനെ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെങ്കിൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളെ വലിയായി നിന്നുകൊണ്ട് അവന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. ഇങ്ങനെയല്ലേ പേരോട് ഉസ്താദ് പറഞ്ഞത്? ആ വിശ്വാസത്തിൽ ഉള്ള ഒരാളെ കുറിച്ചല്ല ആ പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ വിഡ്ഢിയാണെന്ന് പറയാൻ കാരണം ആ വിശ്വാസത്തിലുള്ള ഒരാളെ കുറിച്ചല്ല പറയുന്നത്, ആ വിശ്വാസത്തിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇനി പേരോട് ഉസ്താദ് ആദ്യമായി അതുമായി ബന്ധപ്പെട്ട് എന്താണ് സംസാരിച്ചത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ? പടച്ചോനാ, ഞങ്ങളെ പടച്ചോൻ മടവൂരാ. ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിന്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല, അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാം എന്ന് പുറത്തു പോയ ഒരാളായി പോയാൽ. അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല. എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. ഇത്ര കൃത്യമായിട്ട് പേരോട് ഉസ്താദ് പറഞ്ഞിട്ട് ഇയാൾ പച്ച നുണ പറഞ്ഞിട്ടില്ലേ? എത്ര പ്രാവശ്യമായി ഈ ഗ്രൂപ്പിൽ ആ വിഷയം പറഞ്ഞത്? എന്നിട്ട് നൗഷാദ് മൗലവിന്റെ പ്രസംഗം കേട്ട് പഠിച്ചു കാണ്ട് അഖീദ സമ്മേളനത്തിൽ മാറ്റി പറഞ്ഞു. അതിന് മാറ്റി പറയണമെങ്കിൽ ഇത് നൗഷാദ് മൗലവി അല്ല, ഇത് കുരുവട്ടൂരി അല്ല, ഇത് ശൈഖുനാ മൗലാന പേരോട് ഉസ്താദാണ്. അങ്ങനെ മാറ്റിയും തിരുത്തിയും പറയേണ്ട ഒരു അവസ്ഥ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോ സമസ്തയുടെ ആലിമീങ്ങൾക്കോ ഇല്ല. അവർ മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാ പ്രസംഗിക്കുക, നിർദ്ദേശം അനുസരിച്ച് അവർ പറയാം. അതൊരിക്കലും മാറ്റി പറയേണ്ടി വരൂല. ചൈത്താമാരിൽ നിന്ന് കിട്ടുമ്പം അവർ അതിനനുസരിച്ച് പേരോട് ഉസ്താദിന്റെയും ഉലമാക്കളുടെയും പ്രസംഗങ്ങൾ കട്ടുമുറിച്ച് ഒപ്പിച്ച് പറയേണ്ടി വരും. അപ്പൊ അത് പേക്കും, അപ്പൊ അതിങ്ങനെ മാറ്റി മാറ്റി പറയേണ്ടി വരും. പേരോട് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ആവശ്യമില്ല. അന്നെന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അഖീദ സമ്മേളനത്തിലും പറഞ്ഞത്. അന്നും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആണെന്നോ ഖാലിഖാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്നാ പറഞ്ഞേ. എന്നിട്ട് നോണിയും പറഞ്ഞാൽ എന്തിനാ നാണയൊക്കെ ഇങ്ങനെ ആഹ്റണ്ട് മരിക്കണം എന്നൊരു ബോധം ഉണ്ടായിക്കൂടെ? ഒരു പണ്ഡിതനോടുള്ള വിരോധം കാരണം ഈ കോലത്തിൽ എന്തിനാ നിങ്ങൾ അസൂയ വെക്കണത്? എന്തിനാ വൈരാഗ്യം കാണിക്കണത്? എന്നിട്ട് പറയാത്ത വിഷയം പേരോട് സ്ഥാനം മേലെ അടിച്ചേൽപ്പിച്ച് എന്നിട്ട് ഇതിരിങ്ങനെ പരിഹസിക്കുക ആലിമീങ്ങളെ. ആ വിശ്വാസത്തിൽ ഉള്ള ഒരാളെ കുറിച്ചല്ല ആ പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അവിടെ നിങ്ങൾ വിഡ്ഢിയാണെന്ന് പറയാൻ കാരണം ആ വിശ്വാസത്തിലുള്ള ഒരാളെ കുറിച്ചല്ല പറയുന്നത്, ആ വിശ്വാസത്തിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ പ്രസംഗം ലാസ്റ്റ് അവസാനിക്കുന്നത് എങ്ങനെയെന്ന് അറിയോ? പിന്നെ മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഞാനൊരു പാട്ടുപാടി ആ വിഷയം തൊടാതെ പോയി പാട്ടുപാടിയ ആള് അത് കുഫറിലേക്കാണ്, അവന്റെ ഭാര്യ അവൻ ഹലാലല്ല എന്ന് പ്രസംഗിച്ചതൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാതെ പറഞ്ഞ ഇന്നത്തെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം കൂടി കേൾക്കൂ. എന്നാൽ ഇനി അഖീദ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത് അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. അതായത് അല്ലാഹു അല്ലാത്ത ഇലാഹുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ പിന്നെ മുസ്ലിം ആവൂല, അള്ളാഹ് രണ്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിം ആവൂല. അതുപോലെ അള്ളാഹു അല്ലാത്ത വേറൊരു പടച്ചവനുണ്ട് എന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ആവില്ല. വിശ്വസിച്ചാൽ മുസ്ലിം ആവൂല എന്ന് ഏതോ ഒരുത്തന്റെ നാവ് കൊണ്ട് എന്തോ ഉറക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. പറയുന്നതല്ല ഞാൻ പറഞ്ഞു, വിശ്വസിച്ചാൽ. അതുകൊണ്ട് പണ്ഡിതന്മാരെ പ്രസംഗമൊക്കെ നന്നായി ശ്രദ്ധിക്കണം. പണ്ഡിതന്മാരെ പ്രസംഗം വിമർശിക്കാനായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ടാവും. എന്താ പറഞ്ഞെന്ന് തിരിയൂല, ഖുർആനും തിരിയൂല, ഹദീസും തിരിയൂല, കിതാബും തിരിയൂല. അപ്പൊ മൂലാൻ പറഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞ ഔ തിരിയൂല. വിശ്വസിച്ചാൽ എന്നാ ഞാൻ പറഞ്ഞത്, അത് നന്നായി ശ്രദ്ധിച്ചോളണം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അന്ന് എന്താണോ പറഞ്ഞത്
അത് തന്നെയാണ് അഖീദ സമ്മേളനത്തിലും പറഞ്ഞത്. പിന്നെ ഈ കുരുവട്ടൂരി സുഹൃത്ത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അത് നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഇവരുടെ 3 പ്രസംഗികന്മാരുണ്ടല്ലോ, 3 അടുപ്പുംകല്ല്, നൗഷാദ് മൗലവിയും തൊഴിയൂർ കുഞ്ഞഹമ്മദ് മൗലവിയും അതുപോലെ അബ്ദുസമദ് മൗലവിയും. ഇവരുടെ സ്വഭാവം തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഏതെങ്കിലും സുന്നത്ത് ജമാഅത്തിന് എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും ഒന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കും. ക്ലിപ്പുകൾ മുഴുവനും കേൾക്കും, ഉസ്താദിന്റെ ലൈവ് എവിടെ ഉണ്ടോ അതൊക്കെ കേൾക്കും. എന്നിട്ട് ഒപ്പിക്കാൻ പറ്റിയത് ഏതെങ്കിലും ഉണ്ടോ എന്നാൽ അവിടെ മുറിച്ച് ഒപ്പിച്ച് അന്ന് സ്റ്റേജ് കെട്ടാനുള്ള വകുപ്പായി. 3 ആക്കും സ്റ്റേജ് കയറി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണല്ലോ. ആ രീതിയിൽ ഒപ്പിച്ചെടുത്ത ഒരു തന്ത്രമാണ്, സ്റ്റേജ് കെട്ടാനുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചതായിരുന്നു ഇത്. പക്ഷേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എത്ര കൃത്യമായിട്ടാണ് ആദ്യത്തെ ആ ക്ലിപ്പിൽ നമ്മൾ കേട്ടില്ലേ? ഒരാൾ അങ്ങനെ വിശ്വസിച്ചാൽ പിന്നെ അവനിക്ക് അവന്റെ ഭാര്യ ഹലാലല്ല, അതുപോലെ അവനെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല. എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്? അതന്നെയല്ലേ അഖീദ സമ്മേളനത്തിലും പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു അവസ്ഥയിലാണ് കുരുവട്ടൂരികൾ ഓരോന്നും ഉണ്ടാക്കി സ്റ്റേജ് കെട്ടുന്നത്. ഈ നിങ്ങൾ കുഞ്ഞാമതിന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്ക്. അയാൾ വന്നിട്ട് പറയുന്നു, ആ പാട്ട് പാടിയ ആള് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അയാൾക്ക് അയാളെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, തലാഖ് സംഭവിച്ചിരിക്കുന്നു. അയാളുടെ പെൺകുട്ടികളെ നിക്കാഹ് കൊടുക്കാൻ അയാൾക്ക് വലിയായിരിക്കാൻ അധികാരമില്ല, അയാൾ മരിച്ചാൽ അയാളെ മേൽ മയ്യത്ത് കഴിക്കാൻ പാടില്ല, അയാളെ മുസ്ലിമീങ്ങളുടെ ശ്മശാന ഭൂമിയിൽ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ പാടില്ല, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കുന്നു. ആ പാട്ട് പാടിയ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പേരോട് ഉസ്താദ് എവിടെ പറഞ്ഞത്? ഇതൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞാമേടുന്ന ക്ലിപ്പ് ഏതാ? നമ്മൾ മുകളിൽ കേട്ട അതേ ക്ലിപ്പ് തന്നെ. അതിലെവിടെ പേരോട് ഉസ്താദ് ഈ പാട്ട് പാടിയ ആളെ സംബന്ധിച്ച് പറഞ്ഞത്? അങ്ങനെ ഒരു പാട്ട് കേട്ടു എന്ന് പറഞ്ഞു, എന്നിട്ട് പേരോട് ഉസ്താദ് പറഞ്ഞെന്താ? ഒരാള് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ ആൾ ഇസ്ലാം എന്ന് പുറത്തു പോകൂലേ? ആ വിഷയമല്ലേ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ആ പാട്ട് പാടിയ ആളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇടുന്ന ക്ലിപ്പ് നോക്കി നിങ്ങൾ. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കുന്നു. വെച്ചുകൊടുക്കുമോനെ, ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത്, മടവൂരാരാ പടച്ചോന, ഞങ്ങളെ പടച്ചോ മടവൂരാ, ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാമെന്ന് പുറത്തു പോയാൽ പിന്നെ അവന് ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിന്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല, അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാം എന്ന് പുറത്തു പോയ ഒരാളായി പോയാൽ. ആ പാട്ട് പാടിയ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ക്ലിപ്പ് ഇട്ടതാ. ഇതിൽ എവിടെയാണ് ആ പാട്ട് പാടിയ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പേരോട് ഉസ്താദ് പറയുന്നത്? എത്ര കൃത്യമായിട്ടാണ് ഇതിൽ വിശദീകരിക്കുന്നത്? ഒരാൾ ഏത് സൃഷ്ടികളിൽ നിന്ന് ഒരു സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുമ്പോൾ തന്നെ അയാൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്നല്ലേ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അല്ലാതെ ആ പാട്ട് പാടിയ ആളെ സംബന്ധിച്ചാണോ അത് പറഞ്ഞത്? ഇങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ, നീ ആ പാട്ട് പാടിയ ആൾ ഈ വിശ്വാസം വെച്ചുകൊണ്ടാണോ ആ പാട്ട് പാടിയത്, എന്നാൽ അയാൾക്കും ഇത് ബാധകമാണ്. അല്ലാതെ ആ പാട്ട് പാടിയ ആളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയെന്ന് പച്ച നുണയല്ലേ ഈ പറയുന്നത്? ഇനി ബാക്കി കേട്ടു നോക്കൂ. നിങ്ങൾക്ക് വല്ലാതെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്, നിങ്ങളുടെ തോന്നിവാസം തിരുത്തേണ്ടി വരുന്നുണ്ട്, നിങ്ങളുടെ കുഫ്രാരോപണത്തിൽ നിന്ന് നിങ്ങൾ പരസ്യമായി നിങ്ങൾ ഏത്തമിടുന്ന സാഹചര്യമാ കാണുന്നത്. കേട്ടു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ആരും ഒരാളെ പറ്റിയും അനുയോജ്യമല്ലാത്തത് പറയുകയോ അനുയോജ്യമല്ലാത്തത് വിശ്വസിക്കുകയോ ചെയ്യരുത്. വിശ്വസിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. അതായത് അല്ലാഹുവല്ലാത്ത ഇലാഹുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ പിന്നെ മുസ്ലിം ആവൂല, അല്ല 2 വിശ്വസിച്ചാൽ അവൻ മുസ്ലിം ആവൂല. അതുപോലെ അല്ലാഹുവല്ലാത്ത വേറൊരു പടച്ചവനുണ്ടെന്ന് വിശ്വസിച്ചാൽ മുസ്ലിം അല്ല, വിശ്വസിച്ചാൽ മുസ്ലിം ആവൂലെന്ന് ഏതോ ഒറ്റ നാവുണ്ടെന്തോ ഉറക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? പേരോട് ഉസ്താദ് ആ പാട്ട് പാടിയ ആളെ കാഫിറാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വെടി പൊട്ടിച്ചു. എന്നിട്ട് അതിന് പേരോട് ഉസ്താദിന്റെ ക്ലിപ്പിട്ട് അന്തുള്ള ആളുകൾക്കൊക്കെ തിരിയും ആ ക്ലിപ്പിൽ എന്താ പറയുന്നത് എന്ന്. വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താലാണ് ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകാന്ന് പേരോട് ഉസ്താദ് അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ വട്ടൂരികൾക്ക് തിരിയില്ലല്ലോ. ഏതായിരുന്നാലും ആദ്യം പേരോട് ഉസ്താദ് കുഫർ ആരോപിച്ചു എന്നും പറഞ്ഞിട്ട് ആണ്ട് ഗീർവാണം മുഴക്കി. എന്നിട്ട് പിന്നെ അഖീദ സമ്മേളനത്തിലുള്ള ആ പ്രസംഗത്തിന്റെ ക്ലിപ്പിട്ടിട്ട് കണ്ടില്ലേ, ഇപ്പൊ എന്താക്കി, ഏത്തമിടുന്നു, ഇപ്പൊ തിരുത്തി പറയുന്നു. ഇനി തിരുത്തി പറയാൻ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? ആദ്യം പറഞ്ഞ അതല്ലേ അഖീദ സമ്മേളനത്തിലും പറഞ്ഞത്. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ അസ്വസ്ഥരാകാണല്ലോ. ഇവരെ ഈ കാട്ടിക്കൂട്ടലും ഈ കട്ടുമുറിച്ചലും ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ആകെ കുടുങ്ങി നിൽക്കുകയാണെന്ന്. എന്താ വിളിച്ചു പറച്ചില്. ഇതേ പച്ച നുണ നൗഷാദ് മൗലവി ആവർത്തിക്കുന്നു. ഒന്ന് കേട്ടു നോക്കൂ. ഊരാരോ പടച്ചോനാണോ എന്നുള്ളൊരു പാട്ട്, ആ പാട്ട് പാടിയ ആളെ സംബന്ധിച്ച് കൃത്യമായി പേരോട് സഖാഫി പറയുന്നതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അദ്ദേഹം കാഫിറാണെന്നും ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്നും ഭാര്യ ഹലാലല്ലെന്നും ഈ രൂപത്തിൽ അയാളെ പള്ളിപ്പറമ്പിൽ വരെ മറവ് ചെയ്യാൻ പാടില്ല. എന്താണോ സുഹേലി പറഞ്ഞത് അതങ്ങനെ ആവർത്തിക്കന്നെ. അയാളെ കൊണ്ട് തന്നെ ഞാൻ അത് തിരുത്തിക്കും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ഇടപെട്ടോട്ടെ. ഒക്കെ കുഫ്രാരോപണല്ലേ നടത്തുന്നത്, ചുരുങ്ങിയത് കുഫ്ര. അയാൾ പറയട്ടെ, ആ പാട്ട് പാടിയ ആളെ സംബന്ധിച്ച് വെച്ചോളൂ. സുബ്ഹാനല്ലാഹ്, അവരെന്തും പറയും, ഇന്നത് എന്നില്ല. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോന, ഞങ്ങളെ പടച്ചോൻ മടവൂരാ, ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഇനിയും ഇതുപോലെ ധാരാളം പറയുന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് വെച്ച് പേരോട് ഉസ്താദിനെ ആക്ഷേപിക്കുക. എന്താണ് പേരോട് ഉസ്താദ് ആദ്യം പറഞ്ഞത്? എന്താണ് അഖീദ സമ്മേളനത്തിൽ പറഞ്ഞത്? ഒക്കെ ഒന്നല്ലേ. എന്നിട്ട് ആദ്യം പേരോട് ഉസ്താദ് ആ പാട്ട് പാടിയ ആളുടെ മേൽ കുഫർ ആരോപിച്ചു. പിന്നെ നൗഷാദ് മൗലവിന്റെ പ്രസംഗം കേട്ട് പേരോട് ഉസ്താദ് ഏത്തമിട്ടു എന്നാ പറഞ്ഞത്. അത് തിരുത്തി പറഞ്ഞു എന്ന്. അതിന് ആദ്യം എന്താ പറഞ്ഞത്, പിന്നെ എന്താ പറഞ്ഞത്? രണ്ടും ഒന്നല്ലേ. എന്താണ്? ഇതാണ് ഇവരുടെ അവസ്ഥ. പേരോട് ഉസ്താദിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആലിമീങ്ങളുടെ പ്രസംഗങ്ങൾ കട്ടുമുറിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഒപ്പിച്ചെടുത്ത് സ്റ്റേജ് കെട്ടി ആർത്ത് വിളിച്ച് പ്രസംഗിക്കാം. ബഹുമാനപ്പെട്ട ശൈഖുന റയീസുൽ ഉലമ ഉസ്താദ് അവர்களுടെ കുണ്ടൂരിൽ വെച്ചുള്ള ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം 2-3 സെക്കൻഡുള്ള കഷ്ണം എടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാണിച്ചു ഈ കുരുവട്ടൂരികൾ. അവസാനം അതിന്റെ പൂർണ്ണമായ രൂപം വന്നപ്പോൾ എന്താണ് റയീസുൽ ഉലമ ഉസ്താദ് അവകൾ പറഞ്ഞത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? ഇതേ അവസ്ഥയിലാണ് ഇവർ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തികളും. ആലിമീങ്ങളുടെ ക്ലിപ്പുകൾ കട്ടുമുറിച്ച് ആളുകളെ വസ്വാസം ഉണ്ടാക്കുക, തെറ്റിദ്ധരിപ്പിക്കുക. അതിന്റെ യാഥാർത്ഥ്യം ചിലപ്പോൾ എന്താണ് എന്ന് ക്ലിപ്പുകൾ മുഖേന അതിന്റെ പൂർണ്ണരൂപം ചില ആളുകളിലേക്ക് എത്തിയില്ല എന്ന് വരും. അവര് ആ തെറ്റിദ്ധാരണയിൽ തന്നെ അകപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കുരുവട്ടൂരികൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, ഇവർ കിതാബുകളിൽ അട്ടിമറി നടത്തുന്നവരാണ്, തിരിമറി നടത്തുന്നവരാണ്, കക്കുകയും മുറിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതല്ലേ അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ആ ചരിത്രം പറയുന്നിടത്തുനിന്ന് ഖസദർ റുഖ്സത ബിദാലിക കട്ടില്ലേ? അതുപോലെ അബുൽ ഖൈറു തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രം പറയുന്നിടത്തു നിന്ന് മുസ്തവിയൻ എന്നത് കട്ടില്ലേ? ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇബ്നു അദുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അവിടുത്തെ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞ വിഷയം, അവിടെ നിന്ന് അലാ അയ്യി ഹാലത്തിൻ കാനത്ത് മിൻ ദാലിക എന്ന് വായിച്ച് കാനത്ത് മിൻ ദാലികയുടെ അർത്ഥം വെക്കാതെ ചാടിക്കടന്നത് നമ്മൾ കണ്ടതല്ലേ? ഈ അടുത്ത് ഫതുഹുൽ മുഈൻ വായിച്ചിട്ട് ഹാല ഗൈബത്തിഹി എന്ന് വായിച്ച് അതിന്റെ അർത്ഥം വെക്കാതെ മുണുങ്ങി ചാടിക്കടന്നത് നമ്മൾ കണ്ടതല്ലേ? കിതാബുകളിൽ ഇത്രയധികം തിരിമറികൾ നടത്തുന്ന ഇവർ നമ്മുടെ ആലിമീങ്ങളുടെ, പണ്ഡിതന്മാരുടെ, സാദാത്തുക്കളുടെ ക്ലിപ്പുകൾ മുറിച്ച് കട്ടുമുറിച്ച് ഒപ്പിച്ച് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും. അതിലാരും വഞ്ചിതരാവരുത്, അതിലാരും പെട്ടുപോകരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.